ഹലോ ഗായ്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഇലത്തോരൻ കൊണ്ടാണ്. ഇലത്തോരൻ കൊണ്ട് ചോറൊഴിക്കാൻ നല്ല രസമുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ ഇലക്കറിയായാലും നല്ല രസമല്ലേ? അപ്പോൾ നമുക്കിന്ന് മഷിത്തണ്ടും കൊണ്ട് തോരൻ വെക്കാം. മഷിത്തണ്ട് നല്ല മഷിത്തണ്ട് എടുക്കുക, നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അത് ചെറുതായി അരിഞ്ഞു വെക്കുക. പിന്നെ നമുക്കതിലേക്ക് തേങ്ങ, സവോള, വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, കാന്താരി മുളക്, പിന്നെ ഈ അരി നമുക്ക് വറുത്തെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള അരി. അപ്പോൾ നമുക്കിത് അരിഞ്ഞ് വെച്ചതിൻ്റെ അകത്ത് ഉപ്പിട്ട്, പാകത്തിനുള്ള ഉപ്പിട്ട്, പാകത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട്, കാന്താരി മുളക് ഇല്ലെങ്കിൽ പച്ചമുളക് എടുക്കുക. അപ്പോൾ അതും ഇട്ട്, തേങ്ങയും ഇട്ട്, ഒരു വലിയ സവോള അത് കൊത്തി അരിഞ്ഞതാണ് അതും ഇട്ട് നമുക്ക് നല്ലതുപോലെ പ്രസ് ചെയ്യാണ്ട് ചെറിയ രീതിയിലൊന്ന് കുഴച്ച് എടുത്താൽ മതി. അപ്പോൾ പിന്നെ ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പം കഴുകി ഉണക്കി വെച്ച് അരിയിട്ട് അതൊന്ന് പൊരിഞ്ഞ് വരട്ടെ. പൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കതിൽ വെളുത്തുള്ളി ഇട്ട്, അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഷെയറും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ. അരി പൊരിഞ്ഞ് വന്നപ്പോൾ നമ്മളതിൽ വെളുത്തുള്ളി ഇട്ട്, വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് അതൊന്ന് മൂത്തപ്പോൾ നമ്മൾ ഈ കുഴച്ച് വെച്ച മിശ്രിത ഇതിലിട്ട് നമുക്കൊന്ന് വറുത്ത് എടുക്കാനുണ്ട്. ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, മൂടി വെച്ചിട്ടില്ല. മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് ലൂസായി പോകും. അപ്പോൾ നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ ഇത് വറുത്തെടുത്ത് വറവ് റെഡിയായി. സി യു.